ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇന്ന് രാത്രി ഹോളിലെ മീറ്റിങ്ങിൽ ദൈവവചനം പ്രസംഗിക്കുവാനും അത് കേൾക്കുവാനുമെല്ലാം കർത്താവ് നമുക്ക് തന്ന അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനേക്കാൾ ഉപരി ഇന്നത്തെ ആരാധനാ ഗീതം അവസാനമായി നമ്മൾ പാടിയ ഗീതം വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും ദൈവവചനമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു വശത്തൂടെ പൊടിപലങ്ങൾ വളർത്തിക്കൊണ്ട് ഫറവോൻ തൻ്റെ വിശേഷപ്പെട്ട 600 രഥങ്ങളെയും കൂട്ടി, തൻ്റെ സകല സൈന്യങ്ങളെയും കൂട്ടി പാവപ്പെട്ട ദൈവമക്കളെ 430 വർഷമായി അടിമപ്പാട്ടിൽ നിന്ന് ദൈവമക്കളെ തിരികെ കൊണ്ടുപോകാൻ, വീണ്ടും ബന്ധിക്കാൻ ശ്രമിച്ച സമയത്ത്, പ്രൈസ് ഗോഡ്, പുറകെ വന്ന സമയത്ത് ദൈവപുരുഷനായ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ വാക്യമാണ്, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മിസ്രൈമിനുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഇവനെ ഒരു നാളും ഇനി കാണത്തില്ല. അതങ്ങനെ തന്നെ സംഭവിച്ചു, അന്ന് തന്നെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അതുപോലെ ഒരു സന്ദർശനം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മാരി, ഉന്നതത്തിൽ നിന്നുള്ളൊരു മാരി, ശക്തിയുടെ ഒരു മാരി, വല്ലഭൻ്റെ ഒരു മാരി, അഗ്നിയാലുള്ള അഭിഷേകത്തിൻ്റെ ഒരു ശക്തി ഇന്ന് രാത്രി എനിക്ക് നിനക്കും വേണ്ടി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേ. ഉടവല കതിരാ നാളുകളായി ആമേൻ കണ്ടും കേട്ടും മടുത്തും മനസ്സും മടുത്തും ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു തീരുമാനമെടുത്തേ പോകാവൂ. ആ തീരുമാനം നീയാണ് എടുക്കേണ്ടത്. എന്തോ തീരുമാനം എന്നറിയാമോ? ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ ഇനി ഒരു നാളും കാണത്തില്ല. ഞാൻ കാണത്തില്ലെന്ന് പറ. ഞാൻ കാണത്തില്ല. എങ്ങനെ പറയുന്നു? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ പറയുകയാണ്. ഞാൻ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ബൈ ഫെയ്ത്ത്. ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ സംഭവിച്ചോ? പ്രൈസ് ഗോഡ്. മിസ്രയീമിനെ പിന്നെ കണ്ടതെങ്ങനെയാണെന്നറിയാമോ? തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. ഫറവോനും അവൻ്റെ സൈന്യവും ചെങ്കടലിൻ്റെ കരയിൽ അവൻ്റെ കുതിരയും ചത്ത് അടിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഇന്ന് രാത്രി ശത്രുവിൻ്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കുന്നൊരു കാഴ്ച, ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കുന്നൊരു കാഴ്ച എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഈ കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? In the name of Jesus, in the name of Jesus, in the name of Jesus. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ മാസത്തെ ചിന്തയ്ക്കായിട്ട് ഫെയ്സ് സിറ്റിയിൽ തിരഞ്ഞെടുക്കുന്ന പുസ്തകം അപ്പോസ്തല പ്രവൃത്തികളാണ്. ഇവിടെ പതിവായി ചൊവ്വാഴ്ചത്തെ ഈ മീറ്റിങ്ങിൽ വരുന്ന ദൈവമക്കൾക്ക് ഞാനൊരു സജഷൻ തരികയാണ്. ഈ ഒരു മാസം നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. 28 അധ്യായങ്ങളുള്ള ഈ പുസ്തകം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം ഒരധ്യായം വായിച്ചാൽ, ഒരു ദിവസം ഒരധ്യായം വായിച്ചാൽ 28 ഡേയ്സ് കൊണ്ട് തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് 2-ാം തീയതിയാണ്. അപ്പം ഇന്ന് തൊട്ട് വായിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 2 ഈ മാസം കൊണ്ട് ഇത് തീർക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ. ഞാനെപ്പോഴും പറയാറുണ്ട്, ദൈവവചനം വായിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ. കാരണം ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. 2ാമത് വായിക്കുമ്പോൾ ഏതാണ്ട് പിടി കിട്ടും. 3ാമത് വായിക്കുമ്പോൾ അല്പം മനസ്സിലാകും. 4ാമത് വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ ഓർമ്മ വരും. 5 പ്രാവശ്യമെങ്കിലും വായിച്ചാലേ എന്തെങ്കിലും വായിച്ചിട്ട്, വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 5 പ്രാവശ്യം വായിക്കാൻ, ഒരു പ്രാവശ്യം ഒരു അധ്യായം വായിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ സ്റ്റോപ്പ് വാച്ച് വെച്ച്, ഇപ്പം മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടല്ലോ, സ്റ്റോപ്പ് വാച്ച് വെച്ച് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ആവറേജ് 5 മിനിറ്റ് വേണ്ട ഒരു അധ്യായം വായിക്കാൻ. അത്ര സ്പീഡിൽ വായിച്ചാൽ മതി, നല്ല സ്പീഡിൽ വായിച്ചാലും മതി. ആവറേജ് 5 മിനിറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം വായിക്കാൻ 25 മിനിറ്റ്, പോട്ടെ 30 മിനിറ്റ്, അരമണിക്കൂർ ചിലവാക്കി ഈ അധ്യായങ്ങൾ, ഒരു ദിവസം ഒരധ്യായം രാവിലെയും അതേ അധ്യായം വീണ്ടും വൈകിട്ടും വായിച്ചിട്ട് ഈ മാസം അവസാനം നിങ്ങൾക്ക് അതിൻ്റെ നന്മയും അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ മാറ്റവും കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഓക്കെ, ഡു ഇറ്റ് ആൻഡ് ട്രൈ ഇറ്റ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ആ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ് ഇന്ന് രാത്രി കുറിവാക്യമായി ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇപ്പം സാക്ഷികളല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇപ്പോൾ സാക്ഷികളല്ലേ? പ്രൈസ് ഗോഡ്. നോക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം, ചാപ്റ്റർ 20 വേഴ്സ് 19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ. മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരോടാണ് ഈ പറയുന്നത്. ആരോട്? യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് അകത്ത് ഒളിച്ചിരിക്കുന്നവരോടാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. എങ്ങനെ? നോർമലായിട്ട് നടക്കത്തില്ല. സാധാരണഗതിക്ക് ഇവരുടെ സ്വഭാവത്തിന് നടക്കത്തില്ല. കാരണം എല്ലാം പേടിച്ച് അകത്ത് കയറിയിരിക്കുക. യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് അവർ വിചാരിച്ചെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചും വാദിച്ചും കൊണ്ട് പോകുമ്പോൾ 23-ാം അധ്യായം, 24-ാം അധ്യായം, അതിനകത്ത് പറയുന്നത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 19 മുതലുള്ള വാക്യങ്ങൾ. ഏത് എന്ന് അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് സംഭവിച്ചിട്ട് ഇപ്പോൾ 3-ാം നാളാകുന്നു. അടുത്ത വാക്യം. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം കർത്താവ് രാജ്യം യഥാസ്ഥാനത്തെ പെടുത്തി കൊടുക്കാൻ വന്ന മെസ്സിയാണെന്ന് യഹൂദൻ വിചാരിച്ചു. 4000 വർഷത്തെ കാത്തിരിപ്പ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പ്രൈസ് ഗോഡ് വന്ന മെസ്സിഹയുടെ പുറകെ കൂടി. പക്ഷെ ഫലം എന്തായി? മെസ്സിഹ അതേണ്ട ക്രൂശ കിടന്ന് മരിച്ചു. ഇനി ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പെട്ടി മടക്കി, പാട്ടുപെട്ടി മടക്കി വീട്ടിൽ പോയി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒളിച്ചിരിക്കുക. അവരോടാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കർത്താവ് പറഞ്ഞത്, ഇത് നിൻ്റെ കുഴപ്പമല്ല, പത്രോച്ചാ നിൻ്റെ കുഴപ്പമല്ല, യോനാച്ചാ നിൻ്റെ കുഴപ്പമല്ല, അന്ത്രയോച്ചാ നിൻ്റെ കുഴപ്പമല്ല, ശക്തിയില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സാക്ഷിയാകാൻ ഈ പേടിച്ചിരുന്നവരെ ദൈവം ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശക്തി പകർന്നിട്ടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവർ സാക്ഷിക്കേണ്ടത്? ഇവരെന്തിൻ്റെ സാക്ഷികളാകണം? പ്രൈസ് ഗോഡ്. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 21-22. എന്തിൻ്റെയാണ് സാക്ഷികളാകേണ്ടത്? ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. പത്രോസ് പറയുകയാണ്, ഞാൻ കർത്താവ് ക്രൂശമരണം ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ കർത്താവിൻ്റെ കൂടെ നടന്ന, ഞങ്ങളോട് കൂടെ നടന്നവരിൽ ഒരുവനെ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാകണം. പ്രൈസ് ഗോഡ്. 1:8 നമ്മൾ കേട്ടതുപോലെ കർത്താവ് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ സാക്ഷികളാകണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് ബോധം വന്നു. പത്രോസ് തീരുമാനിച്ചു,
ഞങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാകണമെന്നാണ്. എന്തുവാ പുനരുത്ഥാനം? മരിച്ച യേശു ജീവിച്ചു, മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റു, മരിച്ച യേശു ഇന്ന് ജീവിക്കുന്ന യേശുവാണ്. ഈ വിഷയത്തിന് സാക്ഷികളാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പറ്റൂ. ഇവർ പറഞ്ഞു, ഞങ്ങൾ ഒരുത്തിനെ തിരഞ്ഞെടുക്കുകയാണ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാകാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, സാക്ഷികളാകുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരീക്ഷയ്ക്ക് ജയിച്ച കാര്യം പറഞ്ഞാലും, രോഗം മാറിയ കാര്യം പറഞ്ഞാലും, ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുടെ മധ്യേ ജയിച്ച കാര്യം പറഞ്ഞാലും, അതിൽ കൂടെ വെളിവാകേണ്ട ഒരു സത്യം, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അനുഗ്രഹം പ്രാപിച്ചു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു ജീവിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ, പ്രൈസ് ഗോഡ്, ഒരു ചെറിയ ഉദാഹരണം പറയാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പം ഇവിടെ ഈ വയറുകളുണ്ട്, എൻ്റെ കയ്യിൽ വയറിൻ്റെ ഒക്കെ വയർ കിടപ്പുണ്ട്. ഈ വയറിനകത്ത്, ഈ ഇലക്ട്രിക്കൽ വയറിനകത്ത് കറണ്ട് ഉണ്ടെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഓക്കെ, കാണൂ, ഒന്നും കാണത്തില്ല. ഏത് വയറ് നോക്കി ഒന്നും കാണത്തില്ല. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ വയറിനകത്തുകൂടെ പോകുന്ന ഇലക്ട്രിസിറ്റി, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു കാര്യം തെളിയിക്കുന്നത് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് എങ്ങനെയാണെന്നറിയാമോ? ഈ കത്തുന്ന വിളക്ക്, ഈ കറങ്ങുന്ന ഫാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്തോത്രം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം കത്തിച്ച, ഉയർത്തി വച്ചിരിക്കുന്ന ചില അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ സാധിക്കണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന യേശു ജീവിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു തെളിവെങ്കിലും പറയാൻ അനുഭവമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ നാളുകളിലെ തെളിവിനോട് കൂടെ ഇന്ന് ഒരു തെളിവ് കൂടെ ഈ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ 2015 ആണ്ട് ജൂൺ മാസം 2-ാം തീയതി കുറിക്കത്തക്കവണ്ണം ഒരു തെളിവ് കൂടെ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ചരിത്രത്തിൽ സ്വാമി എഴുതി ചേർക്കുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തിയാൽ എഴുതി ചേർക്കത്തക്കവണ്ണം ഒരു തെളിവിന്റെ സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ ഇന്ന് രാത്രി പകരണമേ. In the name of Jesus, in the name of Jesus, in the name of Jesus. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ 2015 ജൂൺ മാസം 2-ാം തീയതി എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു യേശു ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി തെളിവോടെ തൊട്ട് കാണിക്കാൻ എനിക്ക് വേണ്ടി ചിലത് കത്തണം, ചിലത് ഉയരണം, ചിലത് പ്രത്യക്ഷപ്പെടണം. കഴിഞ്ഞ നാളുകളിൽ അത് മറഞ്ഞു കിടക്കുകയാണ്. നീ പ്രാർത്ഥിച്ചിട്ടും വെളിയിൽ വരാതെ മറഞ്ഞു കിടക്കുകയാണ്. Let it come out. യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വാ. യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ come out. I command in the name of Jesus. ഓ, ആകാശത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി കഴിഞ്ഞ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട മറുപടി തടഞ്ഞു വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, മറച്ചു വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അത് വെളിയിൽ വരട്ടെ. ജീസസ് ജീസസ് ജീസസ്. തൊട്ട് കാണിക്കത്തക്കവണ്ണം, ചൂണ്ടിക്കാണിക്കത്തക്കവണ്ണം എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതിന്റെ തെളിവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇന്ന് ഈ മീറ്റിങ്ങിൽ വെക്കുന്ന സകലർക്കും തൊട്ട് കാണിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് സ്വർഗം ആമേൻ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് ഇട്ട് തരട്ടെ. പിടിച്ചെടുത്തോണം. ഇന്ന് രാത്രി പിടിച്ചെടുത്തോണം. ഇന്ന് രാത്രി നിനക്ക് ഉയർത്തി കാണിക്കാൻ, നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ യേശു ജീവിക്കുന്നു. ഇത് എൻ്റെ മഹത്വത്തിനല്ല, എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ ഉയർച്ചയ്ക്കുമല്ല. എനിക്കൊരു കാര്യം ലോകത്തിന് മുമ്പിൽ തെളിയിക്കണം. എൻ്റെ യേശു ജീവിക്കുന്നു.
ആമേൻ. അതെവിടെ തെളിയിക്കണം? എവിടെ തെളിയിക്കണം? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ പറയാം. എവിടെ തെളിയിക്കണമെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശു ജീവിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് എവിടെ എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയും. ഏറ്റവും സന്തോഷം, അവൻ നിന്ദിക്കപ്പെട്ട സ്ഥലത്തത് തെളിയിക്കണം. അവൻ നിന്ദിക്കപ്പെട്ട വിഷയത്തിന്മേൽ തെളിയിക്കണം. നിന്നെ നിന്ദിച്ച, നിന്നെ പരിഹസിച്ച വിഷയത്തിന്മേൽ in the name of Jesus അർബൽ കൗഡ ശൈദാൽ ദൗഡ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ജിനമൽ കൗദ സബരക ജഗന ദുലദര വടക ശന്തർ ഖാര ഉജ ബൈനെ റൈനർ ദുൽദ രദല വരഗത്തൽ ഖടുകലക ഹർദ രഗദ ജനബ രഗദ സന്തൽ കൗഡക രഗദക ജാര ധീമര യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ദൈവമുണ്ടെന്ന്. ആമേൻ, 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 ആമേൻ. മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു കർത്താവേ, തീ കൊണ്ട് ചുട്ടു കിടക്കുന്ന വാതിലുകൾ, അതിനെ ഒന്ന് പണിയുവാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്നു. ഇന്നത് വെളിപ്പെടട്ടെ. 2015 ജൂൺ മാസം 2-ാം തീയതി ദൈവശക്തിയും ദൈവകൃപയും ദൈവപ്രവൃത്തിയും ഞങ്ങൾക്ക് വേണ്ടി മറഞ്ഞു കിടന്നത്, മറച്ചു വച്ചത്. ആമേൻ. ഇന്ന് എനിക്ക് വേണ്ടി ഇടത്തും വലത്തും നോക്കണ്ട, മുമ്പിലും പുറകിലും നോക്കണ്ട. ബട്ട് ഫോർ മീ, എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസമാണെന്നൊരു കാഴ്ചപ്പാട്, ഒരു പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ ഒരു സാക്ഷി, ആത്മാവോട് ചേർന്ന് സാക്ഷി പറയുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി ചിലരുടെ ഉള്ളത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ കൂടെ ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ വിഷയങ്ങളിൽ വന്നിട്ട് സാക്ഷിക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഷോക്കേസിനകത്ത് ട്രോഫികളിരിക്കും. പിള്ളേർ മേടിച്ചു കൂട്ടിയ ട്രോഫികളായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. ആ ട്രോഫിക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. അവൻ പറയും, ഞാൻ ഇൻ്റർസ്റ്റേറ്റ് മീറ്റിൽ ഓട്ടത്തിന് മേടിച്ച ട്രോഫിയാണ് ആയിരിക്കുന്നത്, ചാട്ടത്തിന് മേടിച്ചതാണ് ഇവിടെ ഇരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഡിസ്ട്രിക്റ്റ് തലത്തിൽ ഞാൻ മേടിച്ച ട്രോഫിയാണ് അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബ്ബുണ്ട്, ആ ക്ലബ്ബിൽ കളിച്ചപ്പോൾ ജയിച്ച ട്രോഫിയാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇന്നൊരു ട്രോഫി ചൂണ്ടിക്കാണിക്കുവാൻ പ്രൈസ് ഗോഡ് ഞാൻ ഓടിയിട്ട് കിട്ടിയതല്ല, പ്രൈസ് ഗോഡ് ഞാൻ ചാടിയിട്ട് കിട്ടിയതല്ല, ഞാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കളിച്ചിട്ട് കിട്ടിയതല്ല, ഞാൻ വിശ്വസിച്ചിട്ട് കിട്ടിയ ഒരു ട്രോഫി. ഈ 2015 പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ജൂൺ മാസം 2-ാം തീയതി ഞാൻ വിശ്വസിച്ച് നേടിയെടുത്ത ഒരു ട്രോഫി. ചിലരൊക്കെ അത് പൊക്കി പിടിക്കുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. Yes, somebody is going to help you. Somebody is going to happen. Something is going to happen tonight. Amen. The Holy Spirit clearly says something is going to happen tonight. You are going to lift up the trophy. You are going to lift up the trophy and to exhibit among the public, among the people around you, among the house. രക്തത്താൽ ജയം. Those who have ridiculed you, those who have belittled you, is going to see the power of God. യേശുവിന്റെ ശക്തി. അവൻ നിന്നെ പരിഹസിച്ച, നിന്നെ നിന്ദിച്ച ചിലർ കാണത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം. ജൂന രഗത ജലബല ഹത്തല ബൗഡേ. പ്രൈസ് ഗോഡ്. ആമേൻ. എൻ്റെ ആഗ്രഹം ഇന്ന് രാത്രി ഇവിടെ വന്ന സകലർക്കും എന്തെങ്കിലും ഒരു ചിലർക്ക് വലിയ ട്രോഫി ആയിരിക്കും കേട്ടോ, ചിലർക്ക് ഒരു ഇത്രയുള്ള സാധനം കിട്ടും, അതായാലും വേണ്ടുകയില്ല. ഇന്ന് പൊക്കി പിടിച്ചുകൊണ്ട് പറയണം, ഇത് ഞാൻ പ്രാപിച്ചതാണ്, വിശ്വാസത്താൽ ഞാൻ നേടിയതാണ്. ബൈ ഫെയ്ത്ത്, 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 ബൈ ഫെയ്ത്ത്. ആമേൻ. എന്തുവാ യേശു, അവൻ്റെ പുനരുത്ഥാനം, ഞാനതിൻ്റെ സാക്ഷിയാണ്. തെളിവെന്താ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു മിഠായി ഇതെങ്കിലും കാണിച്ചോണ്ട് തെളിവ് ഇതാണെന്ന്. യേശുവിൽ ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, യേശു ജീവിക്കുന്നതിനൊക്കെ ഒരു തെളിവ് കിട്ടി. ഒരു മുട്ടുസൂചിയെങ്കിലും പൊക്കി കാണിച്ചിട്ട് പറയണം, എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ അടയാളമായിട്ട് ഇന്ന് രാത്രി ഞാൻ പ്രാപിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ.
ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ചിലതും കൊണ്ടേ പോകത്തുള്ളെന്ന് വിചാരിച്ച് വന്ന വല്ലവരും ഉണ്ടോ ഇതിനകത്ത്? ഈ ഭൂതം ഇറക്കുന്നവർക്കറിയാം. ഭൂതം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവളെയും കൊണ്ടേ പോകത്തുള്ളൂ, ഞാനല്ലെങ്കിൽ ഇവനെയും കൊണ്ടേ പോകത്തുള്ളൂ. എടാ, ഭൂതത്തിന് ഇത്ര കാര്യമായിട്ട് പറയാമെങ്കിൽ നടക്കത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിലും യേശുവിൻ്റെ നാമത്തിലും നടക്കുന്ന പ്രശ്നമില്ല. എന്നാലും വിളിച്ചു പറയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ ഇവളെയും കൊണ്ടേ പോകത്തുള്ളൂ, ഞാൻ ഇവനെയും കൊണ്ടേ പോകത്തുള്ളൂ. എത്ര പ്രാവശ്യം കേട്ടേക്കുന്നതെന്നറിയാമോ? ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉട്ടബല ഹതുരക ജഗനക രന്തൽ കൗടെ അർത്താരകതേ ജലബല ഹദ്ദൽ കൗട പിശാചിന്റെ സകല പ്രവൃത്തികളെയും അഴിപ്പാൻ പ്രത്യക്ഷനായ മനുഷ്യപുത്രൻ നസ്രയനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ട് നടക്കത്തില്ല. എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല. എടാ, പിശാചിന് ചെകുത്താൻ ഇത്രയും ധൈര്യത്തിൽ ഇവിടെ കൊണ്ട് പോകത്തുള്ളൂ എന്ന് പറയാമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനേക്കാൾ ധൈര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലേ? ഇന്നൊരു അനുഗ്രഹം കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, ഒരനുഗ്രഹം കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. യബ്ബക്കിന്റെ തീരത്ത് ദൈവവുമായി ദൈവദൂതനുമായി മല്ല് പിടിച്ച പ്രൈസ് ഗോഡ് യാക്കോബ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിട്ടുകയില്ല. ഇന്ന് രാത്രി ശക്തിയോടെ 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 ദൈവത്തോട് പറ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ദുഷ്ട പിശാചേ, നീ വിട്ടു പോ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വിശ്വാസത്താൽ. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ മെസ്സേജ് എന്നാണെന്നറിയാമോ? വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കിടക്ക എടുത്തോണ്ട് നടക്കണം. ഇത് തലയിലോട്ട് ചുമ്മി നിന്നെ എഴുന്നേപ്പിച്ച് രണ്ട് കൈ കൂടെ കൂട്ടി എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഈ കടക്കയും കൂടെ തലയിലോട്ട് വെച്ച് കൊടുത്തേച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ താഴെ വീഴുന്ന കാണും. നീ വിശ്വാസത്താൽ. കാര്യം ശരിയാ, 38 വർഷമായി കിടപ്പ, പൊങ്ങാൻ പറ്റിയിട്ടില്ല, ഒരു വിധത്തിലും അങ്ങ് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. എത്ര ശ്രമിച്ചിട്ടും എന്നേക്കാൾ സ്മാർട്ടായിട്ടുള്ളവൻ ചാടി വീഴുക, അവൻ പോയി ഇറങ്ങുക. കുളം കലങ്ങേണ്ട നിമിഷം ഞാൻ തത്തിപ്പറ്റി അവളെ ഉരുണ്ടി ചെല്ലുമ്പോഴത്തേക്കും വേറൊരുത്തൻ ചാടിക്കഴിഞ്ഞു അവൻ പൊങ്ങുന്നത് സൗഖ്യമായിട്ട്. ഇത് ഞാൻ കണ്ട് 38 വർഷമായി കാണുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രി ഇനി ഞാൻ കുളത്തിൽ ചാടാനും മുങ്ങാനും പൊങ്ങാനും അല്ല ഞാൻ ശ്രമിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഇതുവരെ കിടത്തിയിട്ടിരുന്ന കിടക്ക പൊക്കിയെടുത്ത് ഞാൻ നടക്കാൻ പോകുകയാണ്. യെസ്, ട്രൈ ഇറ്റ്. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഇന്ന് രാത്രി നിന്നെ കിടത്തിയിട്ടിരിക്കുന്ന വിഷയത്തെ, തളർത്തിയിട്ടിരിക്കുന്ന വിഷയത്തെ, ഒത്തിരി തടസ്സങ്ങളുണ്ട്. അന്ന് ശബത്താണ്, അന്ന് ചുമടി ചുമക്കാൻ പാടില്ല. എല്ലാവരും ചോദിച്ചു, പുരോഹിതന്മാർ ചോദിച്ചു, പരീശന്മാർ ചോദിച്ചു, ശാസ്ത്രിമാർ ചോദിച്ചു, എടാ നിനക്കറിയാമല്ലേ ഇന്ന് ശബത്താണെന്ന്, നീ ഇത് ചുമ്മിക്കൊണ്ട് എവിടെ പോവുക? അവൻ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു എടുത്തോണ്ട് നടക്കാൻ. നിങ്ങൾ പോയി പണി നോക്ക്, ഞാനിത് ചോദിച്ചോണ്ട് നടക്കും. നിന്നെ നിന്ദിച്ച വിഷയത്തിൻ്റെ പുറത്ത് ഇതുപോലൊരു തീരുമാനം ഇന്ന് രാത്രി. യെസ്, ഐ എം ഗോയിങ് ടു ഓവർകം ദിസ്. ഞാനിതിനെ ജയിക്കാൻ പോവുകയാണ്. ആമേൻ. അപ്പൊ ഏത് വിഷയത്തിലാണ് നിന്നെ ഇത്രയും നാളും കിടത്തിയിട്ടിരുന്ന വിഷയം? തല പൊങ്ങാൻ അനുവദിക്കാത്ത വിഷയം, എഴുന്നേറ്റ് നിൽക്കാൻ അനുവദിക്കാത്ത വിഷയം, നടക്കാൻ അനുവദിക്കാത്ത വിഷയം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ നിനക്ക് വിചാരിക്കട്ടെ, കിടക്ക ഇത്ര ശല്യമായിരുന്നു, കിടക്ക ഇത്ര പ്രശ്നമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കിടക്ക പ്രശ്നമായിരുന്നു, കിടക്കയായിരുന്നു പ്രശ്നം. കാരണം കർത്താവ് പറഞ്ഞത്, നീ ഇത്രയും നാളും നിന്നെ ചുമന്നുകൊണ്ടിരുന്നത് ഈ കിടക്കയാണ്, നിന്നെ താങ്ങിക്കൊണ്ടിരുന്നത് ഈ കിടക്കയാണ്. ഇന്ന് തൊട്ട് ഇത് നിന്നെ താങ്ങാൻ പോകുകയല്ല, നീ ഇതിനെ ചുമക്കാൻ പോവുക. നീ കഴിഞ്ഞ നാളുകൾ ആശ്രയിച്ചിരുന്നത് മുഴുവൻ ഇവിടെ അറ്റു വീണിട്ട് നീ ഒരു പുത്തൻ ആശ്രയത്തിലേക്ക് നീ നീങ്ങാൻ പോകുകയാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? ആമേൻ. ഇവൻ എങ്ങനെ കിടക്കെടുത്തത്? അവൻ അതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേക്കാൻ 38 വർഷമായിട്ട് 6 മാസം പനി പിടിച്ചിരുന്ന മസിലൊക്കെ പോവും. എൻ്റെ കാലിൻ്റെ ലിഗ്മെന്റ് ടീർ ചെയ്തപ്പം
2 മാസം കിടന്നുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഇത് തന്നെ കോഴിക്കാല് പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ വണ്ണമില്ല അന്ന്. പ്രൈസ് ഗോഡ്. 2 മാസം മതി. 38 വർഷമാണ്. സകല മസിലും പോയി. പക്ഷേ ആ കിടപ്പിനൊരു അന്തം വരുത്താൻ യേശു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അന്തം വരും. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നീ അങ്ങോട്ട് എഴുന്നേറ്റ് പൊക്കിയെടുത്ത് ഇത് തലയിലോട്ട് വെച്ച് ഒരു സ്റ്റെപ്പ് വെക്കാനുള്ള ചിന്തയോടുകൂടി വിശ്വാസത്തോടുകൂടി ശ്രമിച്ച് നോക്ക്. നീ പൊങ്ങാൻ പോവുക വിശ്വാസത്താൽ. ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്. ആമേൻ. എനിക്ക് നമുക്ക് കിടക്കെടുത്ത് ഇങ്ങനെ പൊങ്ങി എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കാല് പഴിയാൻ തുടങ്ങി കാണും. അത് കഴിഞ്ഞ് ഈ കിടക്ക തലയിലോട്ട് വെച്ചപ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനെ ആടി പോയി കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്നേരം അവൻ പാടിക്കാണും, പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും എൻ നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ പതറത്തില്ല, ഞാൻ തളരത്തില്ല, ഞാൻ വീഴത്തില്ല. ഞാൻ ഈ കിടക്കയും ചുമ്മിക്കൊണ്ട് ആരെന്ത് വേണേ പറയട്ടെ, അവരുടെ മുമ്പിൽ കൂടെ നടക്കും. അന്ന് ആ പട്ടണത്തിൽ ടോക്ക് ഓഫ് ദ ടൗൺ എന്താണെന്നറിയാമോ? 38 കൊല്ലമായി കിടന്നവൻ ദേണ്ട കിടക്കയും കൊണ്ട് നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ ഒരുത്തിനെ ചുമ്മിക്കൊണ്ടുവന്നിരുത്തും. അവനെ ഇരുത്തുന്ന പണം പിച്ച തണ്ടാനാണ് ഇരുത്തുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു ദിവസം യോഹന്നാനും പത്രോസും അതിലേ വന്നപ്പോൾ അവനൊരു കാര്യം തീരുമാനിച്ചു. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയതാ, പക്ഷെ കിട്ടിയത് രോഗസൗഖ്യമാണ്. ഇന്ന് രാത്രി എന്തെങ്കിലും കിട്ടാനല്ല വന്നിരിക്കുന്നത്. നമ്മളെ ഇരുത്തിയിട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, കിടത്തിയിട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു മാറ്റമുണ്ടാകണം. 10 പൈസയുടെ തുട്ടല്ല വേണ്ടത്, 1 രൂപ തുട്ടല്ല വേണ്ടത്, 5 രൂപ തുട്ടല്ല വേണ്ടത്, 1000 നോട്ടല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് എന്റെ ഉറക്കാതെ കിടക്കുന്ന നെരിയാണികൾ ഒന്ന് ഉറച്ചു കിട്ടണം. ആമേൻ. ഒന്ന് വായിച്ചു നോക്കി 3-ാം അധ്യായം 1 മുതൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. മതി. ഇങ്ങനെ ഇരുത്തുന്ന അവൻ പിന്നെ നമ്മൾ കാണുന്നത് തുള്ളി ചാടിക്കൊണ്ട് ദേവാലയത്തിലോട്ട് കയറുകയാണ്. അവന് കയറാൻ അനുവാദമില്ലാത്ത സ്ഥലത്തേക്ക് അവൻ്റെ സൗഖ്യം കിട്ടിയപ്പോൾ അവൻ തുള്ളിച്ചാടി കയറി. നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ അടച്ചിട്ടിരിക്കുന്ന, അനുവാദം നിഷേധിച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളിലേക്ക് നിന്നെ തുള്ളിച്ചാടി കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വഴി അടക്കിയിട്ട, വഴി മുടക്കിയിട്ട, വഴി അടച്ചിട്ട മണ്ഡലങ്ങളിലേക്ക് കടന്ന് കയറി തുള്ളിച്ചാടി ചെല്ലത്തക്കവണ്ണമുള്ള ദൈവശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന രാത്രിയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി അരുളി ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത, ഹല്ലേലൂയ, പ്രസാദിക്കാത്ത കിട്ടുന്ന, തടഞ്ഞു വച്ചിരുന്ന വ്യവസ്ഥകൾ പറഞ്ഞ്, ചില നിയമങ്ങൾ പറഞ്ഞ്, ചില പ്രമാണങ്ങൾ പറഞ്ഞ് നിനക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അടച്ചു വച്ചിരുന്ന ആ മണ്ഡലങ്ങളിലേക്ക് തുള്ളിച്ചാടിക്കൊണ്ട് കടന്നു ചെല്ലുവാൻ, കയറി ചെല്ലുവാൻ ദൈവശക്തി ഇന്ന് രാത്രി ഇതാ വ്യാപരിക്കുന്നു. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. ആമേൻ. ഈ ശക്തി വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, എന്തുകൊണ്ടാണ് ഇവന് കയറാൻ വയ്യാത്തത്? കുരുടനും മുടന്തനും 13 ചുണങ്ങുള്ളവനും അവനെ പൊരിക്കണം, ഇങ്ങനെ പല പല രോഗങ്ങളുടെ പട്ടിക പറഞ്ഞിട്ട് പറയുകയാണ്. ഇവന്മാർക്ക് ആർക്കും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദേവാലയത്തിൽ കയറുവാൻ പറ്റത്തില്ല. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 18 മുതലൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ലേവ്യ 21:11.
അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ. പട്ടികയിൽ രണ്ടാമനാണ് മുടന്തൻ കേട്ടോ. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും റോട്ടേണകത്ത് കയറാൻ പാടില്ല. ലിസ്റ്റിൽ രണ്ടാമനായി ഇവൻ ഈ ആലയത്തിൽ ആരാധന കേൾക്കാനല്ലാതെ അകത്ത് കയറാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ ദൈവശക്തി അവൻ്റെ മേൽ വന്നപ്പോൾ അവനെ ഏതൊരു കാരണത്താലാണോ അകത്ത് കയറ്റി വിടാതെ തടഞ്ഞു വച്ചിരുന്നത്, ആ കാരണമായിരിക്കുന്ന മൊട്ടന്തങ്ങോട്ട് മാറി. എങ്ങനെ മാറിയെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. അവൻ്റെ 7-ാം വാക്യം, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ക്ഷണത്തിൽ. ഈ ക്ഷണത്തിൽ എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഇങ്ങനെ കാണിക്കുന്ന ആ സമയമാണ് ഒരു ക്ഷണമെന്ന് പറയുന്നത്. ഒറ്റ പ്രാവശ്യം അത്രയും സമയം കൊണ്ട് അതുവരെ ജനിച്ചപ്പം മുതൽ ഉറയ്ക്കാതെ കിടന്ന അവൻ്റെ കാലും നെരിയാണിയും സെക്കൻഡ് കൊണ്ട് ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് ചാടിയും തുള്ളിയും കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നതുപോലെ ഇന്ന് രാത്രി നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇട്ടിരുന്ന ചില വിഷയങ്ങളുടെ പുറത്ത് തുള്ളി ചാടിക്കൊണ്ട് മുന്നോട്ട് പോയി അവൻ തടഞ്ഞു വെച്ച മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ദൈവകൃപ എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ സ്തുതിച്ചൊന്ന് ആരാധിക്കാമോ? ആമേൻ. ഇന്ന് രാത്രി പുനരുത്ഥാനത്തിൻ്റെ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷിയായിട്ട് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. തെളിഞ്ഞു, യേശുക്രിസ്തു ജീവിക്കുന്നു. പിന്നെ തർക്കവും വാദവും എല്ലാം ഉണ്ടായെങ്കിലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവർ സാക്ഷിയായത് എങ്ങനെയെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 3-ാം അധ്യായം വായിച്ച 3-ാം അധ്യായം, ഹല്ലേലൂയ, 13 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. നാളെ നിങ്ങൾ ഓരോരുത്തരും പറയണം, അവനെ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, യേശു ഇന്നും ജീവിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. എവിടാ നിന്റെ സാക്ഷി? ദേണ്ട കിടക്കുന്നു. ഇത് അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുള്ളൊരു സാക്ഷിയാണ്. ഇത് ദൈവമുള്ളൊരു സാക്ഷിയാണ്. ഇത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊരു സാക്ഷിയാണ്. ഇത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊരു സാക്ഷിയാണ്. അങ്ങനെ വീട്ടിലും നാട്ടിലും നിന്റെ ചുറ്റുപാടും അനേക വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയണം, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. പറയണം, ഉറക്കെ പറയണം, എൻ്റെ യേശു ജീവിക്കുന്നു. എന്നിട്ട് പറയണം, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും. പാടാൻ നേരമില്ല, അല്ലെങ്കിൽ പാടി തന്നെ. പ്രൈസ് ഗോഡ്. എന്നാലും ഒന്ന് പാടി അവസാനിപ്പിച്ച ആ ഒരു ഒറ്റ വരി, എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശു അത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ.
തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇത് ചുമ്മാ പാടിയാ പോരാ, ചോദിക്കുന്നവർക്ക് മുഴുവൻ തൊട്ട് 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 കാണിക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ആ വചനത്തിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. 2 പത്രോസ് 1-ാം അധ്യായം 16 മുതൽ 18 വരെ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഫേബിൾസ് കെട്ടുകഥ കൊണ്ടല്ല നിങ്ങൾ അറിയിച്ചത്, പിന്നെയോ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്ന അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, നിന്റെ ജീവിതത്തിൽ അവന്റെ മഹിമ വെളിപ്പെടുത്തുന്ന ഒരു കൊച്ചു കാര്യമെങ്കിലും, ഒരു ചെറിയ കാര്യമെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഈ വിശ്വാസം പോരാ, ഇച്ചിരിയും കൂടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ജയം. അപ്പം അവന്റെ മഹിമ കണ്ട സാക്ഷികളെന്ന് പറയത്തക്കവണ്ണമുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായി പ്രാപിക്കണം. എങ്ങനെ പ്രാപിക്കണം? വിശ്വാസത്താൽ. ഇന്ന് രാത്രി ജീവനുള്ള വചനം, ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് പ്രാപിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ നിങ്ങളെ ഒരു കൂട്ടക്കാരെ കണ്ടാണ് യഹോവ സാക്ഷികൾ. കേട്ട് കാണും, കണ്ടു കാണും. ഇതിനകത്ത് വല്ലതും വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. യഹോവ സാക്ഷികൾ പറയുന്നത് ഞങ്ങൾ യഹോവയുടെ സാക്ഷികളാണെന്നാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ അവർക്കറിയത്തില്ല യഹോവയുടെ സാക്ഷി എന്ന് പറയുമ്പം അത് യേശുവാണെന്ന് അവർക്ക് അറിയത്തില്ല. അവർ പുതിയൊരു വേദപുസ്തകം തന്നെ ഉണ്ടാക്കി, ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ. അതിനകത്ത് തീത്തോസിൻ്റെ ലേഖനം പകർത്തിയപ്പോൾ അവർ ഒരു കാര്യം മറന്നുപോയി. കർത്താവായ യേശു ക്രിസ്തു മഹാദൈവമാണെന്ന് പറഞ്ഞ് തിരുത്താൻ മറന്നുപോയി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗോഡ്. അപ്പം യേശുവിൻ്റെ സാക്ഷികളെക്കുറിച്ച് പ്രൈസ് ഗോഡ് പഴയ നിയമത്തിൽ യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനുമായിട്ട് ഓർപ്പിച്ച്, ഹല്ലേലൂയ, ഈ മീറ്റിംഗ് അടുത്തൊരു 15-20 മിനിറ്റ് കൊണ്ടുണ്ട് അവസാനിപ്പിക്കാൻ പോകുക. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് ഈ യഹോവ സാക്ഷികൾ പറയുന്ന വാക്യം കിടക്കുന്നത്. വായിച്ചേ. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ഗോഡ്. 11, 11, 12. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ആ വാക്യം നിർത്തിയിട്ട് പ്രൈസ് ഗോഡ് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രൈസ് ഗോഡ് യഹോവ സാക്ഷികളുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് വായിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. യെശയ്യാവ് പറഞ്ഞു ഞാനല്ലാതെ വേറൊരു രക്ഷിതാവില്ല. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുവിന്റെ നാമത്താൽ രക്ഷിക്കപ്പെട്ട ജനത്തിന് അനുഗ്രഹിക്കന്റെ പദവി ഓർത്തൊരു സ്തോത്രം ചെയ്യാം. ആമേൻ. അപ്പം ഇത് യെശയ്യാവ് പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ്. യെശയ്യാവ് എഴുതി പറഞ്ഞതിലേക്ക് മടങ്ങിപ്പോകാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 11-ാം വാക്യം. ഞാൻ തന്നെ യഹോവ, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവുമില്ല. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞതിനെ അപ്പോസ്തല പ്രവൃത്തികളിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന വചനമല്ല. വേദപുസ്തകത്തിനകത്ത് സത്യങ്ങൾക്ക് കോൺട്രഡിക്ഷൻ ഇല്ല. യെശയ്യാവ് പറഞ്ഞതിനെ
പൂർത്തീകരിക്കുന്ന വചനമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ. യെശയ്യാവ് പറഞ്ഞു, യഹോവയല്ലാതെ ഒരു രക്ഷിതാവില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു, യേശു അല്ലാതെ ഒരു രക്ഷിതാവില്ല. മനസ്സിലാക്കി സ്തോത്രം ചെയ്യാം. ആമേൻ. ഇനി യെശയ്യാവ് വായിച്ചട്ടെ. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഞാൻ ദൈവം തന്നെ. വായിച്ചോ. ഇന്നും ഞാൻ അനന്യൻ തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. യെശയ്യാവ് എഴുതി, ഇന്നും ഞാൻ അനന്യൻ തന്നെ. പൗലോസ് എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യഹോവ സാക്ഷികളുടെ വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അനന്യനായൊരു ദൈവമുണ്ടെങ്കിൽ, ഞാൻ ആരാധിക്കുന്ന ഇന്നും ഇന്നലെയും എന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന, ഇന്ന് രാത്രി ഞാൻ പാടി സ്തുതിക്കുന്ന യേശു അല്ലാതെ മറ്റൊരു ദൈവമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറയാമോ? യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തുമാറുണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തുമാറുണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ, തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ, താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതി എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതി എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ആമേൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ആമേൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനശോധനയിലും താഴ്വീണു പോകാതെ, യോർദാൻ സമമനശോധനയിലും താഴ്വീണു പോകാതെ, ആർക്കും ജയധ്വനിയോ നിന്നെ ജയത്തോടെ പാലിക്കുന്ന, ജയത്തോടെ പാലിക്കുന്ന, ആർക്കും ജയധ്വനിയോടെ കാത്തു പാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നൊക്കെ കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നൊക്കെ കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാമോ ചേർന്ന് പ്രിയനായി വേറെ ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമോ ചേർന്ന് പ്രിയനായി വേറെ ചെയ്യും ഞാൻ.
ദേഹം ദേഹിയെല്ലാമോ. തീരുമാനത്തോടെ പാടാം, തീരുമാനത്തോടെ പാടാം, നിശ്ചയത്തോടെ പാടാം. ദേഹം ദേഹിയെല്ലാമോ ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമോ ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ആമേൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ആമേൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ആമേൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവീൻ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്നും ഞാൻ അനന്യം തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനൊന്നും ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? എന്നെ നിന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് പ്രവർത്തിച്ചാൽ ആരാ തടുക്കാനുള്ളത്? ഇന്ന് രാത്രി ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കും. ആര്? ഒന്ന് പറഞ്ഞ വാക്യം, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? എൻ്റെ യേശു പ്രവർത്തിക്കും, ആര് തടുക്കും? യേശു പ്രവർത്തിക്കും, ആര് തടുക്കും? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശത്രുവിന്റെ സകല തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ആമേൻ. ഇനി സാക്ഷിയാകാൻ എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു അവൻ? 1 മുതൽ വായിച്ചിട്ട് 43:1 മുതൽ എന്തൊക്കെ ചെയ്തു കർത്താവ്? ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. ഒരു നിമിഷം നിൽക്കണേ. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ, ക്രിയേഷൻ, പ്രൈസ് ഗോഡ്. നിന്നെ നിർമ്മിച്ചവൻ, പ്രൈസ് ഗോഡ്, ഫോം ചെയ്തവൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ജനിച്ച അനുഭവത്തിലും അവസ്ഥയിലും ആണോ ഇപ്പോൾ ആയിരിക്കുന്ന? വേറെ ചില ഫോർമാറ്റിലല്ലേ? ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും ജനിച്ചപ്പോൾ, വേദനയിലും ദുഃഖത്തിലും കഷ്ടത്തിലും ജനിച്ചപ്പോൾ, നഷ്ടത്തിലും കഷ്ടത്തിലും കടഭാരത്തിലും ജനിച്ച സ്ഥാനത്ത് എന്നെ ഇന്ന് ഹല്ലേലൂയ അതിൽ നിന്ന് വ്യത്യസ്തനായി നല്ല വിദ്യാഭ്യാസം തന്ന്, നല്ല ആരോഗ്യം തന്ന്, നല്ല സൗന്ദര്യം തന്ന്, നല്ല മക്കളെ തന്ന്, നല്ല വീടിനെ തന്ന്, നല്ല വാഹനങ്ങളെ തന്ന്, നല്ല ജോലിയെ തന്ന്, നല്ല പദവിയെ തന്ന് അവൻ നിർമ്മിച്ച് ഒരുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. നിന്നെ അവൻ നിർമ്മിച്ചതാണ്, നിന്നെ അവൻ നിർമ്മിച്ചതാണ്. നിന്റെ വിദ്യാഭ്യാസം തടയാൻ ശ്രമിച്ച സ്ഥാനത്ത്, ജോലി ലഭിക്കാതിരിക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, നിന്റെ ബിസിനസിനെ തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, നിന്റെ ആരോഗ്യത്തെ തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, തലമുറയെ തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, വീടിനെ തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, ബിസിനസിനെ തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, ശത്രുവിന്റെ പല്ലിന് ഇരയായി വിട്ടുകൊടുക്കാതെ വിടിവിച്ച് നിർമ്മിച്ച് ഇത്രത്തോളം എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യാമോ? എന്നിട്ട് പാട, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തന്ന് കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും ഇനിയും നടത്തണേ തിരുഹിതം പോ. പ്രാർത്ഥിക്കുക, കർത്താവേ, ഇനിയും 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 എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തില്ലെന്ന് ശത്രു വാദിച്ച സ്ഥാനത്ത് ഉയർത്തി നിർത്തിയെങ്കിൽ ആ കൃപ കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ തകർക്കുന്ന സ്ഥാനത്ത്, എൻ്റെ വീടിനെ തകർക്കുന്ന സ്ഥാനത്ത്, വിദ്യാഭ്യാസം തകർക്കുന്ന സ്ഥാനത്ത്, വാഹനം തകർക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത്, ആയുസ്സിനെ തകർക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത്, പ്രാണനെ തകർക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിർത്തിയ ദൈവകൃപയുടെ ഒരംശം കൂടെ ഇന്ന് രാത്രി പകരണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി വായിച്ചാട്ടെ. ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ, എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ബാക്കി നിങ്ങൾക്കുള്ളതാ ഇനി വായിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ 1000 പേരുടെ മധ്യത്തിൽ എൻ്റെ പേര് വിളിച്ചാൽ ഒറ്റ ഒരുത്തിന് എഴുന്നേക്കത്തില്ല, ഞാൻ മാത്രമേ എഴുന്നേക്കത്തുള്ളൂ. അങ്ങനെ നിന്നെ 10,000ങ്ങളുടെ ലക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവകൃപ എത്ര വലുതെന്നോർത്ത് പ്രൈസ് ഗോഡ് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. അടുത്ത വാക്യം, നീ എനിക്കുള്ളവൻ തന്നെ. നീ ആരാ പറയുന്നത്? സർവശക്തനായ ദൈവം. ഞാൻ പലപ്പോഴും ഈ വാക്യത്തിൽ ബലപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആമേൻ. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ പോലും കണ്ടു പോസ്റ്റ്, ഒരു റോഡ് നന്നാക്കുന്നു, PNTയുടെ ടെലിഫോൺ BSNLൻ്റെ പോസ്റ്റ് പറിച്ച് അവിടെ മാറ്റിയിടുക. നാളെ പോയാലും അവിടെ കിടക്കും, അവിടെ മറ്റന്നാൾ പോയാലും അവിടെ കിടക്കും, അടുത്ത വർഷം പോയാലും അവിടെ കിടക്കും. ചേതല അരിച്ചാലും ഒരുത്തം തൊടത്തില്ല. കാരണം അതിനൊരു ഉടമസ്ഥനുണ്ട്. തൊട്ടാൽ വിവരം അറിയും. നിന്നെ തൊട്ടാൽ വിവരം അറിയും. നിന്നെ തൊട്ടാൽ വിവരം അറിയും. ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാണ്. നീ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന് വിശ്വാസമുള്ളവർ സ്തോത്രം ചെയ്താട്ട്. അടുത്തത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയയില്ല. എന്റെ ദൈവമേ, നീ നദികളിലും വെള്ളത്തിലും കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മേൽ കവിയത്തില്ല. കാരണം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ എൻ്റെ വകയാ, നീ എൻ്റെ വകയാ. ഇന്ന് രാത്രി ഞാൻ കർത്താവിൻ്റെ വകയാണെന്നുള്ള വിശ്വാസവും ഉറപ്പും ധൈര്യവും പ്രാപിച്ചിട്ടുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. എനിക്കുള്ളത് എൻ്റെ കർത്താവിൻ്റെ വകയാണെങ്കിൽ പിന്നെ എന്നെ പേടിക്കുന്നത്? ഇന്ന് രാത്രി എല്ലാ പേടിയും പോകട്ടെ. അടുത്ത വാക്യം, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. തീയിൽ കൂടെ നടന്നാൽ, എടാ വെള്ളത്തിൽ പോയാലും തീ പോകാലും വെന്തു പോകാത്ത മുങ്ങിപ്പോകാത്തൊരു ജാതി വേറെ ഉണ്ടോ നമ്മളല്ലാതെ? ഇന്ന് രാത്രി എത്ര വെള്ളങ്ങൾ കടന്നുപോയി മുങ്ങിപ്പോയോ, എത്ര തീയിൽ കൂടെ കടന്നുപോയി പട്ടുപോയോ. ഇന്ന് രാത്രി ചാരമായി പോകേണ്ട സ്ഥാനത്ത് വേറെ വല്ലവരുമാണെങ്കിൽ, ദൈവത്തിലെ സഹോദര സഹോദരി, വേറെ വല്ലവരുമായിരുന്നെങ്കിൽ നീ ലോകത്ത് കാണത്തില്ലായിരുന്നു. ചാരമായി പോയേനെ, മുങ്ങിപ്പോകേനെ. എന്നാൽ ചാരമായി പോകാതെ മുങ്ങിപ്പോകാതെ അവൻ വലം കൈക്ക് പിടിച്ച് നിലനിർത്തി. പത്രോസ് മുങ്ങിയപ്പോൾ പൊക്കിയെടുത്തതുപോലെ എന്നെയും പൊക്കിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ ഒരു സ്തോത്രം ചെയ്യാമോ? നാമത്തിൽ ആമേൻ. അവരെ ഉറപ്പെന്നറിയാമോ? പണ്ട് പൊക്കിയ കർത്താവ് ആരാ? അനന്യൻ. ഇന്നലെ പൊക്കിയവൻ, 2000 പൊക്കിയവൻ, 2015 പൊക്കിയവൻ, അല്ല 1915 പൊക്കിയവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നൂറ്റാണ്ട് കഴിഞ്ഞാലും ഇന്നും അനന്യനാണ്. കഴിഞ്ഞ അനേക വർഷങ്ങൾക്കും എന്നെ പൊക്കിയെടുത്ത കരം ഇന്നും ശക്തമാണ്, ഇന്നും ശക്തമാണ്. അത് ഇനിയും എന്നെ താങ്ങും, ഇനിയും എന്നെ പൊക്കും. ഉറവകനകല ദുനകര കഥകര ചന്ദ്ര ബൗഡേ രക്തത്താൽ വായിച്ച അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സേബയെയും കൊടുത്തിരിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്തും കൊടുക്കുന്നു. നിന്നെ വിട്ടുകൊടുക്കത്തില്ല, നിന്നെ വിട്ടുകൊടുക്കത്തില്ല, നിന്നെ വിട്ടുകൊടുക്കത്തില്ല, നിനക്ക് വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് പകരം എന്തും കൊടുക്കും, നിന്നെ വിട്ടുകൊടുക്കത്തില്ല. രക്തത്താൽ ജയം. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ദൈവമക്കളെ, നിങ്ങൾ ആർക്ക് വിലയില്ലാത്തവരാണെങ്കിലും, ഞാൻ തീർത്ത് പറയാ, നിങ്ങൾ ആർക്കും വിലയില്ലാത്തവരാണെങ്കിലും, ആര് നിങ്ങളെ വിലമതിച്ചിട്ടില്ലെങ്കിലും, കർത്താവിന് നീ വിലയേറിയവനും വിലയേറിയവളുമാണ്. ഒരു സംശയം വേണ്ട കേട്ടോ. ആരും നിനക്ക് വിലയിട്ടില്ലെങ്കിലും, ആരും നിനക്ക് വിലയേറിയെന്ന് കണ്ടില്ലെങ്കിലും, എൻ്റെ യേശു പറയുന്നു, നീ എനിക്ക് വിലയുള്ളവളാണ്, നീ എനിക്ക് വിലയുള്ളവനാണ്. ഇതൊക്കെ ഓരോ രംഗം വരുമ്പോൾ മനസ്സിലാകും കേട്ടോ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ, ആരെല്ലാം നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കത്തില്ലെന്ന് പറഞ്ഞ, ആരെല്ലാം നിന്നെ മാനിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞ ഒരു മഹാദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി നിന്റെ മാനക്കേട് മാറ്റുവാൻ, നിന്റെ വേദനകൾ മാറ്റുവാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ. ആമേൻ. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം മതിയോ? പ്രൈസ് ഗോഡ്. അടുത്ത വായിച്ചട്ടെ. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. നിന്റെ ജീവന് പകരം, നിന്റെ ഒരുത്തന്റെ ജീവന് പകരം പ്രൈസ് ഗോഡ് ജാതികളെ. ഇത് കർത്താവിന്റെ സ്നേഹമാണ്. ആമേൻ. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിച്ച് തീർക്കുക കേട്ടോ.
ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ ഇപ്പം അടുത്തിരിക്കുന്നവനേക്കാൾ അടുത്തായിട്ട് കർത്താവുണ്ടെന്ന്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസം വന്നാലും ഒരു ദൈവപൈതൽ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരൊറ്റ വാക്യത്തിലാണ്. കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ ചത്തുപോകുന്നുണ്ട്. ഭാര്യ അടുത്ത് കിടപ്പുണ്ട്, ഭർത്താവ് അടുത്ത് കിടപ്പുണ്ട്, ചത്തുപോകുന്ന ഭാര്യമാരുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു കാര്യം ഞാൻ പറയാം, ആ സംഭവങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിൻ്റെ തലമുടി പോലും ഞാൻ അറിയാതെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ തലമുടി പോലും, നിൻ്റെ ഒരു തലമുടി പോലും എൻ്റെ കർത്താവ് അറിയാതെ കൊഴിയത്തില്ല. വായിച്ചോ. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുകയും. ഇനി 16 തൊട്ട് വായിച്ചോട്ടെ, അല്ല 15 തൊട്ട് 14 തൊട്ട്. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽദേരെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുന്ന ദൈവം, മറഞ്ഞു കിടക്കുന്ന വഴികളെ വെളിയിൽ കൊണ്ടുവരുന്ന ദൈവം. ഇന്ന് രാത്രി നിനക്ക് മറഞ്ഞു കിടക്കുന്ന വഴികൾ, നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വഴികൾ, പേടിക്കല്ലേ, വിലപിക്കല്ലേ, അത് തുറക്കുന്ന ഒരു രാത്രിയാകട്ടെ. ലെറ്റ് ഇറ്റ് കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലെറ്റ് ഇറ്റ് കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലെറ്റ് ഇറ്റ് കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മറഞ്ഞു കിടക്കുന്ന ചില വഴികൾ നിന്റെ ജനത്തിന് വേണ്ടി തെളിഞ്ഞു വരട്ടെ. 17 മുതൽ. രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കയില്ല. അവർ കെട്ടുപോകുന്നു, വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണാതെ വണ്ണം ചിലത് കെട്ടുപോകും, ചിലത് പോകും. നിന്റെ ദൈവത്തിന് പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ചത്തടിഞ്ഞു കിടക്കുന്നത് കാണത്തക്കവണ്ണം, നിന്നെ പിന്തുടർന്നു വന്ന ദുഷ്ടശക്തികൾ ചത്തടിഞ്ഞ് ചെങ്കടലിന്റെ തീരത്ത് കിടക്കുന്നത് കാണത്തക്കവണ്ണം നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. മോശയുടെ ദൈവം, മിരിയാമിന്റെ ദൈവം, അഹരോന്റെ ദൈവം, ഇസ്രായേൽ മക്കളുടെ ദൈവം. ആമേൻ. വായിച്ചു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മുമ്പുള്ളത് ഓർക്കണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഫോർഗെറ്റ് അബൌട്ട് യുവർ പാസ്റ്റ്, ഡോണ്ട് വറി അബൌട്ട് യുവർ ഫ്യൂച്ചർ. ഇപ്പോൾ ഞാൻ ചിലത് ചെയ്യാൻ പോകുകയാണെന്ന്. എൻ്റെ ദൈവം, നിന്റെ ദൈവം, എൻ്റെ ദൈവം, നിന്റെ ദൈവം ഇന്ന് രാത്രി ചിലത് ചെയ്യാൻ പോകുന്നത്. അവൻ്റെ വലങ്കൈ, വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈ, മനുഷ്യപുത്രന്മാർക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈ, ശത്രുക്കളെ ചതറിക്കുന്ന വലങ്കൈ എനിക്കും നിനക്കും വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് കാണുവാൻ വിശ്വാസ കണ്ണുകൊണ്ട് സാധിക്കുന്നവർക്കൊരു സ്തോത്രം പറയാം. ആമേൻ. വായിക്കാം. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എൻ്റെ ദൈവമേ, ഇന്ന് പിന്നെയും പറയുന്നൊരു കാര്യം, ഞാൻ ഈ പാട്ടെടുത്തതല്ല ഇന്ന്. പ്രൈസ് കോഡ്. ഷാജൻ ആ പാട്ടെടുത്തത്. ഇന്ന് കണ്ട മിസ്രൈനെ ചെങ്കടലിൽ വഴി തുറക്കും. പ്രൈസ് കോഡ്, ഹല്ലേലൂയ. ഇപ്പൊ പറഞ്ഞു ചെങ്കടലിൽ തുറക്കും, പുഴയിൽ തുറക്കും, യോർദാനിൽ തുറക്കും, മരുഭൂമിയിലും തുറക്കുന്നു. മുഴുവൻ വഴി തുറക്കുന്ന പരിപാടിയാണ് ഇന്ന് രാത്രി. മുഴുവൻ വഴികൾ തുറക്കുന്ന പരിപാടിയാണ്. അത് ചെങ്കടലിൽ തുറക്കും, അത് മരുഭൂമിയിൽ തുറക്കും, അത് യോർദാനിൽ തുറക്കും. എവിടെയൊക്കെ നിനക്ക് വേണ്ടി തുറക്കാമോ അവിടെ എല്ലാം വഴി തുറക്കുന്ന ഒരു ദൂത് ഇന്ന് രാത്രി എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം കൂടെ പറഞ്ഞേ.
അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സാക്ഷികളാകത്തക്കവണ്ണം ചില വഴികൾ തുറക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ്, പാടുന്നതിന് മുമ്പ് അത് വായിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയതും ചെയ്യുന്നു, ഇതാ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, മരുഭൂമിയിൽ ഒരു വഴി, വീണ്ടും പറഞ്ഞു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. കർത്താവിൻ്റെ ഈ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ചിലതിനെ ഇടിച്ച് പൊളിച്ച് തകർത്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിന്നോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറുന്നു. ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. യെരിഹോ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാപത്തിന്റെ കൂടാരത്തിനടുക്കയില്ല, പാപത്തിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ ചടക്കുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ ചടക്കുകയില്ല. അഭിചാരം യാക്കോബിനു ഭരിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. അഭിചാരം യാക്കോബിനു ഭരിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. മലകളെ കുന്നുകളെ അതിനു പൊടിയാക്കിടും, മലകളെ കുന്നുകളെ അതിനു പൊടിയാക്കിടും. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. 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 ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ വഴിമാറ്. ആരാധനയുടെ മുമ്പിൽ ചെങ്കടലുകൾ പിളരട്ടെ, വഴികൾ വെളിപ്പെടട്ടെ. ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. യെരിഹോ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ
ജെറിഹോ ജെറിഹോ ഇടിയട്ടെ 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 ജെറിഹോ ചങ്കടൽ ഇന്ന് കണ്ട വിശ്വനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ നിന്റെ കാലുകളിടരുകില്ല, നിന്റെ കാലുകളിടരുകില്ല, നിന്റെ കാലുകളിടരുകില്ല. അഴിയട്ടെ അഴിയട്ടെ, വഴികൾ തുറക്കട്ടെ, ഇന്ന് രാത്രി വഴികൾ തുറക്കട്ടെ, പർവ്വതങ്ങൾ ഇടിയട്ടെ, മലകൾ ഇടിയട്ടെ, കുന്നുകൾ തകരട്ടെ, അവൻ കോട്ടകൾ ഇടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ചങ്ങലകൾ പൊട്ടട്ടെ. ദൈവമാരുടെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ ഭാരത്തോടെ ഭയത്തോടെ ഇന്ന് രാത്രി കടന്നു വന്ന ഓരോ ജീവിതങ്ങളും ധൈര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങി പോകത്തക്കവണ്ണം ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് അരുളി ചെയ്ത ശിഷ്യന്മാരുടെ മേൽ അത് നിവർത്തിയായെങ്കിൽ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാക്ഷികളായ ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ കാണുമെന്ന് ഇന്ന് രാത്രി തന്ന ഉറപ്പിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ചിലത് കാണുവാൻ, ചിലത് നോക്കുവാൻ, ചിലത് കരങ്ങൾ കൊണ്ട് തൊടത്തക്കവണ്ണം മഹിമ കണ്ട സാക്ഷികളായി വരും ദിവസങ്ങളിൽ ഞങ്ങളെ മാറ്റത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് രാത്രി കാണത്തക്കവണ്ണം പ്രവർത്തിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 38 വർഷം കിടത്തിയിട്ടിരിക്കുന്ന വിഷയത്തിൽ വ്യാപരിച്ചപ്പോൾ അത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രിയും കിടത്തിയിട്ടിരിക്കുന്ന ചില വിഷയങ്ങളെ, അത്ഭുത വിഷയങ്ങളെ
അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന ദൈവകൃപ വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി മുടന്തിയിട്ടിരിക്കുന്ന വിഷയത്തിൽ കടത്തത്തില്ല, കയറ്റത്തില്ല എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി മാറ്റം കൽപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല, അങ്ങ് ഞങ്ങളെ പണിതെടുത്ത ദൈവമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച ദൈവമാകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായി ഉള്ള ദൈവമാകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തീയുടെ അനുഭവത്തിൽ കൂടെ പോയാലും വെള്ളത്തിന്റെ അനുഭവത്തിൽ കൂടെ പോയാലും അവിടെ നിന്ന് ഉദ്ധരിച്ചെടുക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത ദൈവമെന്ന് ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്നും അതേ ശക്തിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയത്തക്കവണ്ണം ചില വിഷയങ്ങളുടെ വിടുതലുമായി നിൽപ്പാൻ ഇന്ന് രാത്രി കടന്നു വന്ന ഓരോരുത്തരുടെ മേലും പകർന്ന കൃപയ്ക്കായി സ്തോത്രം. മുമ്പുള്ളത് നിരൂപിക്കണ്ട, പണ്ടുള്ളത് ഓർക്കുക വേണ്ട, ഇന്നിതാ പുതിയതെന്ന് ചെയ്തു എന്ന് പറഞ്ഞ കർത്താവ് ഇന്നു രാത്രി ഞങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്നതോർത്ത് സ്തോത്രം. അനുഗ്രഹത്തോടെ, വിടുതലോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞങ്ങളെ മടക്കി അയക്കുന്നതോർത്ത് സ്തോത്രം. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ഭൃത്തിനെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ ഞങ്ങൾ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോട് നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും ഇനി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.